അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വാസികളെ, അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കുകയൊക്കെ അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കട്ടെ, അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ. നമ്മുടെ ചാനലിൽ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് വഴികളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്, അതിൻ്റെയൊക്കെ വീഡിയോക്ക് താഴെ എത്രയോ അനുഭവങ്ങൾ ഞാൻ സ്ക്രീനിൽ ചിലത് കൊടുക്കാം. സാധിക്കൂല എന്ന് കരുതിയ പല വിഷയങ്ങളിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നു. ഒന്ന് ആത്മാർത്ഥതാണ്, മറ്റൊന്ന് നമ്മൾ നൽകുന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉകളും പരിശുദ്ധ ഖുർആനും ചില പ്രത്യേക രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു വഴിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയാം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നിത്യമായിട്ട് ഒരുപാട് പ്രാവശ്യം പാരായണം ചെയ്യുന്ന, നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ പോലും ദിവസവും നിസ്കാരത്തിലും മറ്റുമായിട്ട് എത്രയോ പ്രാവശ്യം ഓതുന്നൊരു സൂറത്തിൽപ്പെട്ടാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ സുബ്ഹ് നിസ്കാര ശേഷം പാരായണം ചെയ്യേണ്ട പല രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജീവിതത്തിൽ അത്തരമൊരു കാര്യം നടക്കൂല എന്ന് കരുതിയ ഒരു പ്രിയപ്പെട്ട സഹോദരനടക്കം അത് സാധിപ്പിച്ചു കിട്ടുന്നതിൽ നമ്മൾ ആ സൂറത്തുൽ ഫാത്തിഹയുടെ ആ അമാൽ നമ്മൾ പറഞ്ഞ രീതിയിൽ അവർ ചെയ്തപ്പോൾ അതിനുള്ള ഫലം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിത്യമായിട്ട് ഒരു സ്ട്രക്ചറിൽ അതിൻ്റെ ഓരോ ആയത്തുകളും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൽ ഫലം കിട്ടും, ഒരു സംശയവും വേണ്ട. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളുടെ ഉദ്ദേശപൂർത്തീകരണത്തിന് എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്കൊരു 10 രൂപയെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ എന്താക്കണം, ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങണം. പലപ്പോഴും നമ്മുടെ വീഡിയോ, നമ്മുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾക്ക്, ഹാഫിളീങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് അരി നൽകാൻ അല്ലെങ്കിൽ 313 രൂപ നൽകാൻ പല ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുപ്രകാരം അവർ ആദ്യം ആ സ്വതക്ക ചെയ്തിട്ടാണ് മറ്റു വിഷയങ്ങളിലേക്ക് പോകാറുള്ളത്. അതിനുള്ള ഫലം അള്ളാഹു അവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ 10-20 രൂപ കീശയിലിട്ടിട്ടല്ലാതെ പോകാൻ പാടില്ല. അത് അവിടെ നമ്മെ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ പള്ളിയിലെ ബക്കറ്റോ മറ്റോ നമുക്ക് മുമ്പിൽ വരും. ആ സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം കരുതി ഒന്നും ചൊല്ലിയില്ലെങ്കിൽ പോലും, അബ്ബേ ഞാൻ ഈ പൈസ ഇടുന്നത് ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്ക് ഇങ്ങനത്തെ പ്രയാസമുണ്ടെങ്കിൽ പരിഹാരം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് കരുതിയിട്ട് നിങ്ങൾ ആ 10 രൂപ ആ ബക്കറ്റിൽ നിക്ഷേപിച്ച് നോക്ക്, ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിപ്പിച്ചു കിട്ടും. എത്രയോ അനുഭവം എൻ്റെ ജീവിതം കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്ത് നമ്മൾ ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത്, ആരും കോൾ ചെയ്യരുത്. ആ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാവുന്നതാണ്. സമയാനുസരണം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതായാലും ഞാൻ ആ രീതി പറഞ്ഞുതരാം. സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും ഓരോ ദിവസവും, ഇപ്പോൾ തിങ്കൾ കൊണ്ട് തുടങ്ങി അല്ലെങ്കിൽ വെള്ളി കൊണ്ട് തുടങ്ങി, ഇപ്പം ഞാൻ പറയുന്നത് ശനി കൊണ്ട് തുടങ്ങി ഞായർ, തിങ്കൾ, ചൊവ്വ ഇങ്ങനെ പോകാൻ. ശനിയാഴ്ച ദിവസം നമ്മൾ 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ട് തുടങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് മാത്രം 786 പ്രാവശ്യം ശനിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലണം. ചൊല്ലുമ്പോൾ അതിൻ്റേതായ ആദാബുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നല്ല വസ്ത്രം ധരിക്കുക, വുളു എടുക്കുക, പറ്റുമെങ്കിൽ ളുഹയോ സുന്നത്ത് നിസ്കാരമോ കഴിഞ്ഞിരുന്ന് നമ്മൾ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയാകുമ്പോൾ അതിന് ഫലം അള്ളാഹു തരണമെന്നില്ല. അപ്പോൾ ശനിയാഴ്ച 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ശനിയ കഴിഞ്ഞു, ഇനി ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ബിസ്മി കഴിഞ്ഞു, ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആയത്ത് 581 പ്രാവശ്യം, കണക്ക് തെറ്റരുത്, കൃത്യമാക്കണം.
581 581 പ്രാവശ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏത് ദിവസമാണ്? ഞായറാഴ്ച ദിവസമാണ് അത് ചൊല്ലേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആദ്യം പറഞ്ഞ വിഷയം നല്ല അദബുകളോടുകൂടെ നല്ല വസ്ത്രം ധരിച്ച് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഞായറാഴ്ച 581 പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി തിങ്കളാഴ്ച അൽഹംദു കഴിഞ്ഞു. ഇനി അർ-റഹ്മാനിർ റഹീമാണ് ബാക്കിയുള്ളത്. അർ-റഹ്മാനിർ റഹീം 618 പ്രാവശ്യം നമ്മൾ തിങ്കളാഴ്ച ദിവസം ചൊല്ലണം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ തഹജ്ജുദിൻ്റെ സമയം, ളുഹൻ്റെ സമയം തിരഞ്ഞെടുത്താൽ നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഓതാലും. അപ്പോൾ അർ-റഹ്മാനിർ റഹീം അർ-റഹ്മാനിർ റഹീം ഇങ്ങനെ 618 പ്രാവശ്യം അത് ചൊല്ലാം. ഇനി ചൊവ്വാഴ്ച ദിവസമാണ് മാലിക് യൗമിദ്ദീൻ. ഈ ആയത്ത് ചൊവ്വാഴ്ച ദിവസം 241 പ്രാവശ്യം 241 241 പ്രാവശ്യം ഓതുക. മനസ്സിലായല്ലോ? ഒന്നും തെറ്റരുത്, 242 ആകരുത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാര ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ അത് ചൊല്ലാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അവിടെ ഇപ്പോൾ 100 ചൊല്ലാൻ പറയാലോ, 10 ചൊല്ലാൻ പറയാലോ, 33 തന്നെ ചൊല്ലണം എന്ന് പറഞ്ഞെന്താണ്? അത് അതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടല്ലോ, നമുക്കൊരു ചാവി ഉണ്ടെങ്കിൽ, ഒരു കീ ഉണ്ടെങ്കിൽ, ആ കീൻ്റെ പല്ല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പൂട്ട് തുറയണമെങ്കിൽ ഒരു ആകൃതിയിലുള്ള പല്ലായിരിക്കും, അത് തെറ്റിയാൽ ആ പൂട്ട് തുറയൂല. അപ്പോൾ ഒരു കണക്ക് നമ്മൾ പറയുമ്പോൾ ആ കണക്കനുസരിച്ച് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് മാലിക് യൗമിദ്ദീൻ ചൊവ്വാഴ്ച ദിവസം 241 പ്രാവശ്യം. ഇനി ബുധനാഴ്ച ദിവസം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് 836 പ്രാവശ്യമാണ്. 836 836 പ്രാവശ്യം നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഈ ആയത്തോതാണ്. ബുധനാഴ്ച കഴിഞ്ഞു. ഇനി വ്യാഴാഴ്ച ദിവസം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് 1072 പ്രാവശ്യം 1072 പ്രാവശ്യം ശ്രദ്ധയിലുണ്ടാവണം. 1072 പ്രാവശ്യം. ഇനി വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഈ ആയത്ത് 2482 പ്രാവശ്യം 2486 2482 പ്രാവശ്യം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന ആയത്ത് നമ്മൾ പാരായണം ചെയ്യണം. അത് കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം വീണ്ടും എത്തുമല്ലോ. ആ ശനിയാഴ്ച ദിവസം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഈ ആയത്ത് 4203 പ്രാവശ്യം 4203 പ്രാവശ്യം. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആയത്തുകളും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രകാരം നമ്മൾ ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് ദുആ ചെയ്യാം. ഇനി ഈ പറഞ്ഞ പ്രകാരം ഓതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ ഓരോ ദിവസവും, അതൊരു 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ അല്ലെങ്കിൽ 8 ദിവസമോ ഇങ്ങനെ ദിവസം ക്രമീകരിച്ചിട്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ 21 പ്രാവശ്യം അല്ലെങ്കിൽ 41 പ്രാവശ്യം, ഏറ്റവും നല്ല 41 പ്രാവശ്യമാണ്. ഇങ്ങനെ ശേഷമുള്ള ഓരോ ദിവസങ്ങളിലും നമ്മൾ എന്താക്കുക? സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഈ ഉദ്ദേശം കരുതി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരും. ഒരു സംശയ വിഷയത്തിൽ വേണ്ട. നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥത വേണം എന്നുള്ളത് ഒന്നാണ്. 2 നമ്മൾ വന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പം അതിൻ്റെ ബഹുമാന്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ അമല് ചെയ്യാൻ വേണ്ടി എന്ത് ഉദ്ദേശം കരുതിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഫലം അള്ളാഹു തന്നിരിക്കും. ഒരു സംശയവും വേണ്ട. അള്ളാഹു തരത്തിലാക്കി തരട്ടെ, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരട്ടെ.
വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അല്ലാഹു നൽകട്ടെ. ഒരു സ്ഥലത്തും നമ്മെ ആരെയും അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു വലിയ സന്തോഷങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനങ്ങൾ അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കോൾ വിളിക്കരുത് ദയവ് ചെയ്ത്. ഒരിക്കലും ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാവുന്നില്ല, ക്ലാസ് ടൈമും മറ്റും ആകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാപനത്തിലേക്ക് ഒരു 313 രൂപ നേർച്ച കരുതി, അതും ബദരീങ്ങളെ പേരിൽ നേർച്ച കരുതി നിങ്ങൾ അയക്കുക. അരി നേർച്ച ചെയ്ത് അയക്കുക. ഇതിനൊക്കെ ഫലം അള്ളാഹു നൽകും, ഒരു സംശയവും വേണ്ട.